കാനഡയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജ്യസമ്മർദ്ദം ശക്തമാവുകയാണ്. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗും രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നു. രാജ്യത്തെ ഉയർന്ന ജീവിത ചെലവും നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയുമാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇപ്പോൾ വിനയാകുന്നത്. മനു ഭരത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, ട്രൂഡോ പുറത്തേക്ക് പോകേണ്ടി വരുമോ? കാനഡയെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ജസ്റ്റിൻ ട്രൂഡോയിന് പുറത്ത് രാജിക്കുള്ള സമ്മർദ്ദം ഏറുകയാണ്. ഉപപ്രധാനമന്ത്രിയുടെ രാജിയെ തുടർന്ന് ഇപ്പോൾ കൂടുതൽ ആളുകൾ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തുന്നു. ഏറ്റവും ഒടുവിലായി ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ജഗ്മീത് സിംഗ് ആണ്. ജഗ്മീത് സിംഗിന്റെ പാർട്ടി ട്രൂഡോയ്ക്ക് ചില നിർണായക ഘട്ടങ്ങളിലൊക്കെ നൽകിയ പിന്തുണ അദ്ദേഹത്തെ അധികാരത്തിൽ തുടരുന്നതിന് സഹായിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, 1/3 MP-മാർ ഇപ്പോൾ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു. എല്ലാവരും ട്രൂഡോയോട് നേരിട്ട് രാജിവെക്കണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. 2025-ലാണ് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങേണ്ടത്. പക്ഷേ അതിനു മുൻപ് ട്രൂഡോ സ്ഥാനമൊഴിയേണ്ട ഒരു സാഹചര്യം കാനഡയിൽ ഉണ്ടാകും എന്ന് പറയുന്നു. കാനഡ $62 ബില്യൺ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന 25% താരിഫ് ഭീഷണി താങ്ങാൻ കഴിയുന്നൊരു സാഹചര്യം കാനഡയിൽ ഉണ്ടാകില്ല എന്ന് അവിടുത്തെ ജനപ്രതിനിധികൾ വ്യക്തമാക്കുന്നു. തൊഴിലവസരങ്ങളെ ഇത് ബാധിക്കും. വിലക്കയറ്റം വർദ്ധിക്കുന്നു. ജീവിത ചിലവുകൾ പിടിച്ചു നിർത്താൻ കഴിയാത്ത തലത്തിലേക്ക് മാറുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ട്രൂഡോയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തെ അതിജീവിക്കുക എന്നത് അത്ര എളുപ്പമാകില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ പുതിയ ധനമന്ത്രിക്ക് എന്താ വിസ്മയം കാണിക്കാൻ കഴിയും എന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്.